ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നാടൻ ചമ്മന്തിപ്പൊടീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 17 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും, പിന്നെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു ഇത്തിരി ഉലുവ എടുത്ത്, പിന്നെ ഒരു 5 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, പിന്നെ അതേപോലെ തന്നെ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഈ മുളകും കുരുമുളകും ഉലുവയും കൂടി നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം പിന്നെ തേങ്ങ വറുക്കുകയാണ്. ഒട്ടും വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട, ഡ്രൈ ആക്കി വറുത്തെടുക്കണം. ചെറിയ തീയിൽ ഒരു 3/4 മണിക്കൂറോളം ഞാൻ വറുത്തിട്ടുണ്ടാവും തോന്നുന്നു. അങ്ങനെ പിന്നെ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറിവേപ്പില നല്ലോണം ഇട്ട്, കറിവേപ്പില കുറച്ച് അധികം ഇടണം കേട്ടോ. പിന്നെ അതിന് ശേഷം ഉള്ളിയും പിന്നെ ഇഞ്ചീൻ്റെ കഷ്ണമൊക്കെ ഇടുക. ഇഞ്ചിയൊന്നും ചെറിയ പീസേ വേണ്ടുള്ളൂ, കൂടുതലാകുമ്പോൾ ടേസ്റ്റ് രസം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നല്ലോണം ഇട്ട് നന്നായിട്ട് വറുത്തതിന് ശേഷം ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം വറുത്ത് ചോന്ന് ആവുന്നവരെ വറുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ അതിന് ശേഷം അത് തണിയാൻ വേണ്ടി വെച്ചിട്ട് അപ്പോഴേക്കിനും ഞാൻ ഈ മുളകും കുരുമുളകും ഉലുവയും കൂടിയുള്ള ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു 2 ബാച്ചായിട്ടാണ് ഈ തേങ്ങ പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒന്ന് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ, നല്ലോണം പൊടിഞ്ഞ് വരാൻ പാടില്ല. ചമ്മന്തിപ്പൊടി അങ്ങനെയാണല്ലോ ഉണ്ടാവുക. അങ്ങനെ ആദ്യം ഇതൊക്കെ പൊടിച്ച് പിന്നെ അതിന് ശേഷം 2 ബാച്ചാക്കിയിട്ട് തേങ്ങ ഇട്ടിട്ട് കുറച്ച് പുളിയും അതേപോലെ ഓരോ പ്രാവശ്യം ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. പുളി ഒന്നിച്ച് ചേർക്കണ്ട. അപ്പോൾ ആദ്യം കുറച്ച് പുളി ഇട്ടിട്ട് പിന്നെ അതേപോലെ അടുത്ത ബാച്ചിൻ്റെതും ഇടുന്ന സമയത്ത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആദ്യത്തെ ബാച്ചിലാണ് മുളകെല്ലാം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടിപൊളി ടേസ്റ്റുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ്. നമുക്കിത് കുറേ നാൾ കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.